നിങ്ങളുടെ അയൽവക്കത്തുള്ള ആൾ നിങ്ങളോട് ശത്രുതയിലാണ്. ശത്രുതയ്ക്ക് കാരണം മതമാണ്. അയാൾ നിങ്ങളുടെ പറമ്പിലേക്ക് കയറി വന്നു, നിങ്ങൾ ഉപദ്രവിക്കുന്നു. നിങ്ങൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി മതിൽ പണിയുന്നു. മതിൽ പണിത് കഴിഞ്ഞപ്പോൾ അയാൾ മുകളിലൂടെ പിന്നെ കല്ലും സ്ഫോടക വസ്തുക്കളൊക്കെ എറിയുകയാണ്. അപ്പോൾ നിങ്ങൾ മതിലിൻ്റെ ഉയരം കൂട്ടി. അന്നേരം അയാൾ പിന്നെ മതിലിനടിയിൽ കൂടെ തുരങ്കം പണിത് നിങ്ങളുടെ പറമ്പിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ഉപദ്രവിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഇസ്രായേലും ചെയ്യുള്ളൂ. ഇസ്രായേലിന് അങ്ങനെ ഭീകരരാഷ്ട്രമായിട്ട് മുദ്ര കുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. അവരവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് തിരിച്ചടിക്കേണ്ടി വരും. ഇസ്രായേൽ തിരിച്ചടിക്കാൻ നിവൃത്തിയില്ല. ഒരിക്കൽ ഏരിയൽ ഷാരോൺ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു, അറബികൾ ഞങ്ങളുടെ മുമ്പാകെ 100 വട്ടം പരാജയപ്പെട്ടാലും 101ാമത്തെ വട്ടം അവർ വീണ്ടും വരും. പക്ഷേ ഇസ്രായേൽ അറബികളുടെ മുമ്പാകെ 1 വട്ടം പരാജയപ്പെട്ടാൽ അതോടെ ഇസ്രായേൽ തീർന്നു. പിന്നെ ഒരിക്കലും ഇസ്രായേൽ ഉണ്ടാവുകയില്ല.